തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. ത്രിയേകദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എത്രയും പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും വരുമെന്ന് അറിയിച്ചതിനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്താവിഷയം എന്നത് സാത്താൻ്റെ പഞ്ചതന്ത്രങ്ങൾ എന്നതാണ്. ആരാണ് സാത്താൻ? ദൈവത്തിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കുന്നവനാണ് സാത്താൻ. തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവനാണ് സാത്താൻ. സമാധാനം കെടുത്തുന്നവനാണ് സാത്താൻ. പാപചിന്തകളിൽ മാത്രം ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നവനാണ് സാത്താൻ. പാപത്തിനും പാപികൾക്കും അടിമയാക്കുന്നവനാണ് സാത്താൻ. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. അവൻ്റെ പഞ്ചതന്ത്രങ്ങൾ എന്തെല്ലാം ആണ് എന്ന് നമുക്ക് വചനത്തിലൂടെ ഒന്ന് നോക്കാം. സത്യത്തെ കാണാത്തവണ്ണം കണ്ണ് കുരുടാക്കുന്നവനാണ് സാത്താൻ. അതായത് സത്യത്തെ കാണാത്തവണ്ണം കണ്ണ് കുരുടാക്കുന്നവനാണ് സാത്താൻ. പരിശുദ്ധനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി എന്നാണ് പറയുന്നത്. അതായത് ഈ ലോകത്തിൻ്റെ ദൈവം, അതായത് സാത്താനാണ് ഈ ലോകത്തെ ഇന്ന് പിടിച്ചു വച്ചിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി മുമ്പോട്ട് ജീവിക്കേണ്ടതുണ്ട്. ഇവിടെ നാം കാണുന്നത് ലോകത്തിൻ്റെ ദൈവത്തെയാണ്. ആരാണ് ലോകത്തിൻ്റെ ദൈവം? സാത്താനാണ് ഇന്ന് ലോകത്തിൻ്റെ ദൈവം. എന്നാൽ ഈ ലോകത്തിൻ്റെ ദൈവം ദൈവം ആകേണ്ടതിന് വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? നാം സാത്താനെ അതിജീവിക്കുകയാണ് നമുക്ക് ഓരോരുത്തർക്കും നാം ചെയ്യേണ്ടത്. കെണിവെക്കുക, കുരുക്കിൽ പിടിക്കുക, ഇതൊക്കെയാണ് സാത്താൻ്റെ അടുത്ത തന്ത്രങ്ങൾ. അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ പരിശുദ്ധനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 7-ാം വാക്യം നാം കാണേണ്ടതുണ്ട്. നിന്നയിലും പിശാചിൻ്റെ കെണിയിലും കുടുങ്ങാതിരിപ്പാൻ പുറമേയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിക്കുന്നവരും ആയിരിക്കണം. നിന്നയിലും പിശാചിൻ്റെ കെണിയിലും കുടുങ്ങാതിരിപ്പാൻ പുറമേയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനും ആയിരിക്കണം. നമ്മൾ ഈ ഒരു വേദഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, സാത്താൻ ഒരുക്കുന്ന കെണിയിൽ വീഴാതിരിപ്പാൻ നാം നല്ല സാക്ഷ്യം പ്രാപിച്ചവർ ആയിരിക്കണമെന്ന്. അതിനായി നാം ദുർലാഭ മോഹികൾ ആകരുത്, മദ്യപാനികൾ ആകരുത്, ഇരുവാക്കുകളുള്ളവർ ആകരുത്. അതായത് വാക്ക് പാലിക്കുന്നവർ ആയിരിക്കണം. 3-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വിഴുങ്ങുന്ന പ്രവൃത്തി ചെയ്യുന്നവനാണ് സാത്താൻ എന്ന് നമുക്ക് മനസ്സിലാകും. ഈ വചനം നമ്മൾ നോക്കുമ്പോൾ പരിശുദ്ധനായ പത്രോസ് പൊതുവിന് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം അതിൽ പറയുന്നു: നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളോട് പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടതായ വലിയ ഒരു വചനമാണ് ഇത്. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ നമ്മെ സാത്താൻ വിഴുങ്ങുന്നതിനായിട്ട് അവൻ തയ്യാറായി നടക്കുകയാണ്. അതിൽ നിന്നും നമുക്ക് രക്ഷ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ
നാം എപ്പോഴും അവൻ്റെ ആ പിടിയിൽ നിന്ന്, അവൻ്റെ വിചാരത്തിൽ നിന്ന്, അവൻ നമ്മുടെ മനസ്സിൽ ഉദിപ്പിക്കുന്നതായ ആ തെറ്റായ ധാരണയിൽ നിന്ന് ഒക്കെയും നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അതിനായി നമ്മളെപ്പോഴും പാടിക്കൊണ്ടിരിക്കേണ്ടതായ ഒരു പാട്ടുണ്ട്. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ്റെ ഉറവിടമായ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ്റെ ഉറവിടമായ ക്രിസ്തു നിന്നെ വിളിക്കുന്നത് കേട്ട് അവനിലേക്ക് അടുത്തു ചെല്ലുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. അവൻ്റെ കാവലിൽ നാം രക്ഷ പ്രാപിക്കും. സാത്താൻ നമ്മെ വിഴുങ്ങുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാവൽ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മളെ ഒരിക്കലും സാത്താൻ വിഴുങ്ങുവാനായിട്ട് ദൈവം അനുവദിക്കുകയില്ല. ഹൃദയം വഷളാക്കുന്നവനാണ് സാത്താൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹാ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 3-ാം വാക്യം നമുക്ക് ഒന്ന് നോക്കാം. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് ഇവിടെ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹാ കൊരിന്ത്യർക്ക് ലേഖനത്തിൽ പറയുന്നത്. നമുക്ക് നമ്മുടെ ഹൃദയം വഷളാകുമ്പോൾ നാം എന്താണ് ചെയ്യുന്നത്? കൽപ്പനകളെ ലംഘിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഹവ്വായെ നോക്കുക, ഖായിനെ നോക്കുക, ഏലി പുരോഹിതൻ്റെ മക്കളിലേക്ക് നോക്കുക, ശിംശോനെ നോക്കുക, ശൗൽ രാജാവിനെ നോക്കുക, ശലോമോൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നോക്കുക, ഇസ്രായേൽ ജനത്തെ നോക്കുക. തെറ്റുകൾ ചെയ്തതുകൊണ്ടാണ് അവർക്കൊക്കെയും ആ അനുഭവം ലാശലുണ്ടായത് എന്ന് നമുക്ക് വേദപാരായണത്തിലൂടെ ഗ്രഹിക്കുവാൻ സാധിക്കും. സോദോം ഗൊമോറയെ നോക്കുക, യോനായെ നോക്കുക. കൽപ്പനകളെ ലംഘിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇതിൽ നിന്നൊക്കെയും നമുക്ക് പാഠം മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവർ നമുക്ക് ഒരു പാഠമായിരിക്കട്ടെ. 5-ാമത്തെ പോയിൻ്റാണ് വഞ്ചിക്കുക എന്നുള്ളത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ആ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു. നാം ഓരോരുത്തരും വഞ്ചിക്കപ്പെടുകയാണ് ഇപ്പോൾ. ഇവിടെ നമുക്കറിയാം, യഹോവ വന്ന് ആദമിനോട് ചോദിച്ച ഭാഗമാണ്, നീ നഗ്നനാണെന്ന് ആര് നിന്നോട് പറഞ്ഞു എന്ന്. മനുഷ്യരുടെ രൂപത്തിൽ സാത്താൻ നമ്മിലേക്ക് അടുത്തു വരുമ്പോൾ നമ്മൾ അത് തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കുന്നുവെങ്കിൽ നമ്മൾ ദൈവവേദലായിത്തീരും. അവരിൽ നിന്ന് നമുക്ക് അകലുവാൻ സാധിക്കും. ദൈവവേദലാകണമെങ്കിൽ ദൈവം എത്ര നല്ലവനെന്ന് തിരിച്ചറിയണം. എത്ര നല്ലവൻ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ, എണ്ണിയാൽ തീരാത്ത നന്മകൾ തന്നവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. സാത്താൻ്റെ പഞ്ചതന്ത്രങ്ങളിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ നാം ദൈവവേദലാകണം. അതിനായി ഇടപെടാതെ നമ്മൾ പ്രാർത്ഥിക്കണം. 1 തെസ്സലോനിക്കർ 5:17 ഭാഗത്ത് അതിലെഴുതിയിരിക്കുന്നതാണ് ഇടപെടാതെ പ്രാർത്ഥിക്കണമെന്നുള്ളത്. നിന്റെ വിശ്വാസം വലിയത്. മത്തായി ശ്ലീഹാ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 28-ാം വാക്യം. കനാന്യാസ്ത്രീയുടെ ആ വിശ്വാസത്തെ നോക്കുക. യേശു അവളോട് നിന്നെ ഇപ്പോൾ സഹായിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴും അവൾ ഇടപെടാതെ അവൻ്റെ പിന്നാലെ ചെന്ന് യാചിച്ചുകൊണ്ടിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ യാക്കോബിനെ നോക്കുക. നീ എന്നെ രക്ഷിച്ചിട്ടല്ല, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല എന്ന് പറഞ്ഞ ആ ഒരു ഉറച്ച വിശ്വാസം നമ്മളിലുണ്ടോ? ആ ഒരു തീരുമാനം നമ്മളിലുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്ന് ആവർത്തന പുസ്തകം 6:5 പറയുന്നുണ്ട്. നമ്മൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കണം. കുർബാനയിൽ സംബന്ധിക്കുന്നത് വളരെ വിശുദ്ധിയോടുകൂടി ആയിരിക്കണം. കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന അനുഭവിക്കണം. മാറാനായ പെരുന്നാളുകളും കടമുള്ള ദിവസങ്ങളും വിശുദ്ധമായി ആചരിക്കണം. വചനം വായിച്ച് ധ്യാനിക്കണം. സങ്കീർത്തനം
1-ാം അധ്യായം 2-ാം വാക്യം നമുക്ക് നിന്നത് പറയുന്നുണ്ട്. വചനം അനുസരിക്കണം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 13-ാം വാക്യം. ദുഷ്ടചിന്തകളെ ഉപേക്ഷിക്കണം. സദൃശവാക്യം 1-32 പറയുന്നുണ്ട്. ദൈവത്തെ സ്തുതിക്കണം. സങ്കീർത്തനം 119-164 പറയുന്നുണ്ട്. 119-ാം സങ്കീർത്തനം 164 ഇത് പറയുന്നത്. ഇപ്രകാരം നാം ജീവിക്കുന്നുവെങ്കിൽ സാത്താൻ്റെ പഞ്ചതന്ത്രങ്ങളിൽ നിന്നും നാം അകപ്പെടുകയില്ല. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. ഇന്ന് പ്രഭാത വചനത്തിൻ്റെ 4-ാം ദിവസമാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.